കുടുംബങ്ങളുടെ മധ്യസ്ഥയായ വിശുദ്ധ മറിയം ത്രേസ്യ ദീർഘനേരം പ്രാർത്ഥിച്ചിരുന്ന ഒരു മുറിയാണിത്. പാപികളെ മാനസാന്തരപ്പെടുത്താനും ദുഃഖിതർക്ക് ആശ്വാസം നൽകാനും രോഗികളെ സുഖപ്പെടുത്തി പ്രാർത്ഥിക്കാനുമൊക്കെ ഉള്ള ശക്തി സംഭരിച്ചിരുന്നത് അമ്മ ഈ മുറിയിൽ നിന്നാണ്. ധ്യാനമാണ് ഒരു മനുഷ്യനെ പുണ്യവാളത്തിയാക്കുന്നതെന്നുള്ളൊരു ചിന്ത എപ്പോഴും മറിയം ത്രേസ്യയ്ക്ക് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തൻ്റെ കുടുംബ ശുശ്രൂഷയ്ക്കുള്ള ശക്തിയും ഊർജവും ഒക്കെ അമ്മ സംഭരിച്ചിരുന്നത് ഈ മുറിയിൽ നിന്നാണ്. കുടുംബങ്ങളുടെ അമ്മയായ വിശുദ്ധ മറിയം ത്രേസ്യ താമസിച്ചിരുന്ന മുറിയാണിത്. നമുക്കറിയാവുന്നതുപോലെ ഇതൊരു പുണ്യപ്പെട്ട സ്ഥലമാണ്. ഇവിടെ വന്ന് ധാരാളം പേര് പ്രാർത്ഥിച്ച് അനുഗ്രഹങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട്. ഇത് അമ്മ കിടന്നിരുന്ന കട്ടിൽ. ഈ കട്ടിലിരുന്ന് ഒരുപാട് പേര് സൗഖ്യം പ്രാപിച്ചിട്ടുള്ള അനുഭവങ്ങൾ സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ ഇവിടെ കാണുന്ന പെട്ടികൾ അമ്മ ഉപയോഗിച്ച പ്രാർത്ഥനാ പുസ്തകങ്ങളും വസ്ത്രങ്ങളുമൊക്കെ സൂക്ഷിച്ചിരിക്കുന്നതാണ്. ക്രിസ്തുവിൻ്റെ കരുണാർദ്ര സ്നേഹത്തിലൂടെ കുടുംബങ്ങളെ വിശുദ്ധീകരിക്കുക എന്നതായിരുന്നു മറിയം ത്രേസ്യയുടെ കാര്യസം. അതിൻ്റെ ഭാഗമായി അമ്മ കുടുംബങ്ങൾ സന്ദർശിക്കുകയും രോഗികളെ ശുശ്രൂഷിക്കുകയൊക്കെ ചെയ്തതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് ഈ ചിത്രം ഇവിടെ ചിത്രീകരിച്ചിരിക്കുന്നത്. അമ്മയുടെ അതേ ശുശ്രൂഷ ഇന്ന് തുടർന്നുകൊണ്ടു പോകുവാൻ ഈ ചിത്രം കാണുമ്പോഴെല്ലാം ഹോളി ഫാമിലി സിസ്റ്റേഴ്സിനെ അത് ഓർമ്മപ്പെടുത്തുകയാണ്. വിശുദ്ധ മറിയം ത്രേസ്യയുടെ ഒരു അത്ഭുത രൂപമാണ്. ഈ രൂപത്തെക്കുറിച്ച് പ്രത്യേകമായിട്ട് പറയാൻ കാരണം ഇവിടെ വന്ന് പ്രാർത്ഥിക്കുന്ന എല്ലാവർക്കും ഒരു സുഗന്ധം അനുഭവപ്പെടുന്നതായിട്ട് സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ പലർക്കും ആത്മീയ അനുഭവം ലഭിച്ചതായിട്ടും പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഈ ജനൽ വിശുദ്ധ മറിയം ത്രേസ്യയുടെ മുറിയിലുണ്ടായിരുന്ന ജനലാണ്. അത് നമ്മൾ പുറത്തേക്ക് വെച്ച് എല്ലാവർക്കും കാണാവുന്ന വിധത്തിൽ ഇവിടെ സ്ഥാപിച്ചിരിക്കുന്നതേ ഉള്ളൂ. തുമ്പൂർ മഠത്തിൽ വെച്ച് മദർ മറിയം ത്രേസ്യയുടെ കാലിൽ വീണ ക്രാസിക്കാലാണിത്. ഇതിൻ്റെ ഒരു ചെറിയ ചരിത്രം പറഞ്ഞാൽ, നമ്മുടെ ഹോളി ഫാമിലി സന്യാസിനി സമൂഹത്തിൻ്റെ മൂന്നാമത്തെ ഭവനമാണ് തുമ്പൂർ ഭവനം. അതിൻ്റെ വെഞ്ചരിപ്പിൻ്റെ സമയത്ത് ഒരുപാട് ആൾക്കാർ തിങ്ങിക്കൂടി നിന്നിരുന്നതുകൊണ്ട് മറിയം ത്രേസ്യയും മുൻപിലായിരുന്നു. ആ സമയത്ത് ഈ ക്രാസിക്കാല് അമ്മയുടെ കാലിലേക്ക് വീണു. ആ സമയത്തുണ്ടായ മുറിവാണ് പിന്നെ അതൊരു പ്രമേഹത്തിൻ്റെ ഒരു ഭാഗമായിട്ട് മാറുകയും അമ്മയുടെ മരണത്തിന് തന്നെ കാരണമാക്കിയൊരു മുറിവായി മാറുകയും ചെയ്തിരുന്നു. വിശുദ്ധ മറിയം ത്രേസ്യയോട് വിശ്വാസപൂർവ്വം പ്രാർത്ഥിച്ച് അമ്മയുടെ മാധ്യസ്ഥം വഴി ലഭിച്ച അനുഗ്രഹങ്ങളുടെ ലിസ്റ്റാണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. പലതരത്തിലുള്ള അനുഗ്രഹങ്ങൾ സിദ്ധിച്ചവരുണ്ട്. പഠനം നന്നായി നടത്തി നല്ല വിജയം കരസ്ഥമാക്കാൻ കഴിഞ്ഞവരുണ്ട്. കുഞ്ഞുങ്ങളെ ലഭിച്ചവരുണ്ട്. വിവാഹം നടക്കാൻ സഹായകമായിട്ടുള്ള കാര്യങ്ങൾ വന്നിട്ടുണ്ട്. ജോലി ലഭിച്ചവരുണ്ട്. അങ്ങനെ വ്യത്യസ്തമായ രീതിയിലുള്ള അനുഗ്രഹങ്ങളുടെ ലിസ്റ്റ് ലഭിച്ചവരുടെ പേര് വിവരമാണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. വിശുദ്ധ മറിയം ത്രേസ്യ മരിച്ച മുറിയാണിത്. ആ നടുവിൽ കാണുന്ന വെള്ള ബോർഡർ, അവിടെ കിടന്നാണ് അമ്മ മരിച്ചത്. അങ്ങനെ പറയാനായിട്ട് കാരണം, എനിക്ക് കട്ടിലിൽ കിടക്കാൻ യോഗ്യതയില്ല, അതുകൊണ്ട് തന്നെ നിലത്ത് കിടത്താൻ അമ്മ മരിക്കുന്ന സമയത്ത് പറഞ്ഞു. അങ്ങനെ എല്ലാവരും കൂടി അമ്മയെ ആ സ്ഥലത്ത് കിടത്തി. അപ്പോൾ അതുകൊണ്ട് അത് നമ്മൾ സെപ്പറേറ്റ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. പിന്നെ തുടർന്ന് കാണുന്നത് ആദ്യത്തെ സ്ലാബ്. അവിടെ അമ്മ അടക്കിയ ആ ദേവാലയം പൊളിച്ചു പണിതപ്പോൾ ആ സ്ലാബ് നമ്മൾ ഈ മുറിയിലേക്ക് മാറ്റി. പിന്നെ ഈ അറ്റത്ത് കാണുന്ന സ്ലാബ് അമ്മയെ വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തുന്നതിന് മുൻപ് വീണ്ടും കല്ലറ തുറന്നപ്പോൾ ആ സ്ലാബ് നമ്മൾ ഈ മുറിയിൽ കൊണ്ട് സ്ഥാപിച്ചു. ഇത് മറിയം ത്രേസ്യ ധരിച്ചിരുന്ന ചട്ടയാണ്. അപ്പം അതിൽ നമുക്ക് രക്തക്കറകൾ കാണാം. അതിൻ്റെ ഒരു ചരിത്രം പറഞ്ഞാൽ, 1910 വിശുദ്ധ മറിയം ത്രേസ്യ അമ്മ വീട്ടിൽ പോയപ്പോൾ, തുറവൂര് മംഗലി കുടുംബമാണ് അമ്മയുടെ വീട്. അവിടെ വെച്ച് പഞ്ചക്ഷതം ഉണ്ടാവുകയും ആ ചട്ട നനയുകയും ചെയ്തു രക്തത്താൽ. അവരതവിടെ സൂക്ഷിച്ചു വെച്ചു. വളരെ പൂജ്യമായിട്ട് തന്നെ അവരത് കരുതി സൂക്ഷിച്ചിരുന്നു. 2019 ഏപ്രിൽ 13 വരെ ഈ തലമുറ ആ ചട്ട വളരെ പൂജ്യമായി സൂക്ഷിക്കുകയും
പ്രത്യേകമായ പ്രാർത്ഥനകളൊക്കെ നടത്തുകയൊക്കെ ചെയ്തിരുന്നു. അതിനുശേഷം ഹോളി ഫാമിലി സന്യാസിനി സമൂഹം ആവശ്യപ്പെട്ടതനുസരിച്ച് അവർ ആ ചട്ട തിരിച്ചു തരികയും നമ്മളത് ഇവിടെ ഈ മുറിയിൽ പൂജ്യമായി സൂക്ഷിക്കുകയും ചെയ്തിരിക്കുന്നു. ഈ കോൺവെൻറ്റ് പണിതിരിക്കുന്ന തടികൾ കണ്ടോ? ഇത് കൊച്ചി രാജാവ് വിശുദ്ധ മറിയന്ത്രേസ്യയ്ക്ക് സമ്മാനമായി നൽകിയ തേക്കിൻ തടികളാണ്. ഇതിനൊരു ചെറിയ ചരിത്രമുണ്ട്. ഒരിക്കൽ കൊച്ചി രാജാവിനെ കാണാൻ മറിയന്ത്രേസ്യ അവിടേക്ക് പോയി. രാജകൊട്ടാരത്തിൽ ചെന്നപ്പോഴാണ് രാജാവ് ഒരു പരു ബാധിച്ച് കിടപ്പിലാണെന്നറിയുന്നത്. അപ്പോൾ മറിയന്ത്രേസ്യ പുറത്തേക്കിറങ്ങി കിട്ടിയ പച്ചിലകളെല്ലാം കൂട്ടിച്ചേർത്ത് അരച്ച് അതിൻ്റെ നീരുണ്ടാക്കി രാജപത്നിയുടെ കയ്യിൽ കൊടുത്തുവിട്ടു. അവരത് രാജാവിൻ്റെ പരുവിൽ പുരട്ടുകയും അത് പൊട്ടി പെട്ടെന്ന് ഉണങ്ങുകയും ചെയ്തു. രാജാവ് വളരെ സന്തുഷ്ടനായി. അങ്ങനെ അന്ന് തന്നെ ആ സമയത്ത് തന്നെ മറിയന്ത്രേസ്യമ്മയെ കാണാൻ വരികയും രാജദർശനം കൊടുക്കുകയും സമ്മാനമായിട്ട് 80 കണ്ടി തേക്കിൻ തടി ഓഫർ ചെയ്യുകയും ചെയ്തു. ഇത് വിശുദ്ധ മറിയന്ത്രേസ്യയുടെ മ്യൂസിയം ആണ്. ഇതിനുള്ളിലേക്ക് നമ്മൾ കയറുമ്പോൾ ഓരോ മുറിയിലും അവളുടെ ജീവചരിത്രം ചിത്രങ്ങളുടെ രൂപത്തിലാണ് അവിടെ ചിത്രീകരിച്ചിരിക്കുന്നത്. പ്രധാനമായും ചെറുപ്പം മുതലുള്ള ജീവിതം ഓരോ ഘട്ടങ്ങളിലായിട്ട് ചിത്രീകരിച്ചിട്ടുണ്ട്. അതുപോലെ മറിയന്ത്രേസ്യ ഉപയോഗിച്ചിരുന്ന വസ്ത്രങ്ങളും പ്രാർത്ഥനാ പുസ്തകങ്ങളും തിരുശേഷിപ്പുകളായിട്ടുള്ള എല്ലാ സാധനങ്ങളും ക്രമീകരിച്ച മുറികളും നമുക്ക് കാണാവുന്നതാണ്. ഈ മ്യൂസിയത്തിന് പ്രധാനമായിട്ടും 7 മുറികളാണുള്ളത്. ഓരോ മുറിയും അതിൻ്റേതായ പ്രത്യേകതകളോട് കൂടിയിട്ടാണ് നമ്മൾ ക്രമപ്പെടുത്തിയിരിക്കുന്നത്. ഇത് വിശുദ്ധ മറിയന്ത്രേസ്യയുടെ ബാല്യകാല രംഗങ്ങൾ ചിത്രീകരിച്ചിരിക്കുന്ന മുറിയാണ്. അപ്പോൾ ഇതിൽ ആദ്യ ചിത്രം നമ്മൾ കാണുകയാണെങ്കിൽ കുർബാനയ്ക്ക് പോകാൻ ചെറുപ്പം മുതൽ വളരെ തിടുക്കം കാണിക്കുന്ന വിശുദ്ധ മറിയന്ത്രേസ്യയാണ് നമ്മൾ കാണുന്നത്. പിന്നെ പരിശുദ്ധ അമ്മയോട് വളരെയേറെ സ്നേഹവും ഭക്തിയുള്ള വ്യക്തിയായിരുന്നു വിശുദ്ധ മറിയന്ത്രേസ്യ. അതുകൊണ്ട് കുഞ്ഞുനാളിൽ തന്നെ ജപമാല ചൊല്ലാൻ പരിശുദ്ധ അമ്മ തന്നെയാണ് അവളെ പഠിപ്പിച്ചിരുന്നത്. കളരി വിദ്യാഭ്യാസം ആയിരുന്ന ആ കാലഘട്ടത്തിൽ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്നതിൽ കുഞ്ഞായിരിക്കുമ്പോൾ തന്നെ മറിയന്ത്രേസ്യ വളരെയേറെ ശ്രദ്ധ പതിപ്പിച്ചിരുന്നു. സമയം വെറുതെ പാഴാക്കുന്നതിൽ ഒട്ടും താല്പര്യമുള്ള വ്യക്തിയായിരുന്നില്ല മറിയന്ത്രേസ്യ. ചെറുപ്പം മുതലേ അമ്മയെ സഹായിച്ചും പ്രാർത്ഥന ചൊല്ലിയൊക്കെ സമയങ്ങൾ ചിലവഴിക്കുവാനായിട്ടാണ് അവൾ ആഗ്രഹിച്ചിരുന്നത്. അടുത്ത ചിത്രത്തിൽ സാധാരണ ആങ്ങളെയും പെങ്ങളും ഒക്കെ വഴക്കുണ്ടാക്കുക സ്വാഭാവികമാണ്. അങ്ങനെ ഒരു സമയത്ത് അമ്മയുടെ ആങ്ങള അമ്മയെ അടിച്ചപ്പോൾ അപ്പൻ വന്ന് ആങ്ങളയെ അടിക്കാൻ മുതിരുമ്പോൾ ആങ്ങളെ അടിക്കരുത്, അതുകൊണ്ട് എൻ്റെ വേദന മാറില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് ഒരു ക്ഷമയുടെ പാഠം ചെറുപ്പത്തിൽ തന്നെ നമ്മെ പഠിപ്പിക്കുന്ന മറിയന്ത്രേസ്യയാണ് കാണുന്നത്. അവസാനത്തെ പടത്തിൽ വിശുദ്ധ കുർബാന സ്വീകരിക്കുവാൻ തിടുക്കം കൂട്ടുന്ന, അതായത് കുർബാന സ്വീകരണത്തിന് നന്നായിട്ട് ഒരുങ്ങുകയും ആദ്യ കുർബാന സ്വീകരണം നടത്തുകയും ചെയ്യുന്ന മറിയന്ത്രേസ്യയാണ് നമ്മൾ കാണുന്നത്. വിശുദ്ധ മറിയന്ത്രേസ്യയുടെ 15 വയസ്സ് മുതൽ 37 വയസ്സ് വരെയുള്ള കാര്യങ്ങളാണ് ഈ മുറിയിൽ ചിത്രീകരിച്ചിരിക്കുന്നത്. പ്രത്യേകമായിട്ട് പറഞ്ഞാൽ 15 വയസ്സ് മുതൽ അമ്മ സന്യാസ ജീവിതം സ്വീകരിക്കുവാനും ദൈവവിളി തിരിച്ചറിയുവാനുമുള്ള പ്രയത്നങ്ങൾ നടത്തിയിട്ടുണ്ട്. അതുപോലെ തുടർന്ന് കുടുംബങ്ങളെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ചില ശുശ്രൂഷകളും അമ്മ ചെയ്തിട്ടുണ്ട്. അവയെല്ലാമാണ് ഈ മുറിയിൽ ചിത്രീകരിച്ചിരിക്കുന്നത്. ഏകദേശം 38ാമത്തെ വയസ്സിൽ അമ്മ സ്വന്തം ഭവനം വിട്ട് പുത്തൻചിറയിൽ തന്നെ ഒരു ഏകാന്ത ഭവനത്തിലേക്ക് താമസമാക്കി.
വിശുദ്ധ മറിയം ത്രേസ്യയുടെ മൗതിക അനുഭവങ്ങൾ, അതായത് മിസ്റ്റിക്കൽ എക്സ്പീരിയൻസ് രേഖപ്പെടുത്തിയിരിക്കുന്ന റൂമാണിത്. ഈശോ മുൾക്കിരീടം വയ്ക്കുന്നതായിട്ടും അതുപോലെ മാലാഖ കുന്തം കൊണ്ട് നെഞ്ചിൽ കുത്തുന്നു. പൈശാചിക പീഡകളെ അതിജീവിക്കാൻ വിധേയത്തിൽ പിതാവ് ആശ്വാസം നൽകുന്നു. ഭാരതത്തിലെ പ്രഥമ പഞ്ചക്ഷത എന്ന് വിശേഷിപ്പിക്കുന്ന മറിയം ത്രേസ്യയ്ക്ക് ലഭിച്ച പഞ്ചക്ഷത അനുഭവങ്ങൾ ഹൃദയങ്ങളുടെ കൈമാറ്റം, അത് ആത്മീയ ഐക്യത്തിൻ്റെ ഒരു നിർവൃതിയാണ്. ഹൃദയങ്ങളുടെ കൈമാറ്റം എന്ന് പറയുമ്പം അമ്മയ്ക്ക് ഈശോയുടെയും മാതാവിൻ്റെയും യൗസേപ്പിതാവിൻ്റെയും ഹൃദയങ്ങൾ ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ യേശുവിൻ്റെ ഹൃദയം കൊടുക്കുന്നതായിട്ടാണ് ഈ മുറിയിൽ ചിത്രീകരിച്ചിരിക്കുന്നത്. 1914 മെയ് 14 വിശുദ്ധ മറിയം ത്രേസ്യ ഹോളി ഫാമിലി സന്യാസിനി സമൂഹം സ്ഥാപിച്ചു. സമൂഹ സ്ഥാപന ദിനത്തെക്കുറിച്ചും അമ്മയുടെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളെക്കുറിച്ചും ദൈവവിളിയുടെ വർധനവിനെക്കുറിച്ചും, അതായത് സന്യാസ സമൂഹത്തിൻ്റെ വളർച്ചയെക്കുറിച്ചുമൊക്കെയുള്ള ചിത്രങ്ങളാണ് ഈ റൂമിൽ ക്രമീകരിച്ചിരിക്കുന്നത്. വിശുദ്ധ മറിയം ത്രേസ്യ ദേവദാസി പദത്തിലേക്ക് ഉയർന്നതിൻ്റെയും ധന്യയായതിൻ്റെയും വാഴ്ത്തപ്പെട്ടവൾ എന്ന ഗണത്തിലേക്ക് ഉയർന്നതിൻ്റെയും ഒക്കെയുള്ള ഒറിജിനലായിട്ടുള്ള ഫോട്ടോസാണ് ഈ മുറിയിൽ നമ്മൾ ക്രമീകരിച്ചിരിക്കുന്നത്. വിശുദ്ധ മറിയം ത്രേസ്യ ഉപയോഗിച്ചിരുന്ന വസ്ത്രങ്ങളും അമ്മ ഉപയോഗിച്ചിരുന്ന പുസ്തകങ്ങളും ചമ്മട്ടിയും മുൾമുടിയുമൊക്കെയാണ് ഈ മുറിയിൽ ക്രമീകരിച്ചിരിക്കുന്നത്. അതോടൊപ്പം അമ്മയെക്കുറിച്ചുള്ള പൊസസിയോയും ഈ മുറിയിൽ വച്ചിട്ടുണ്ട്. ചെറുപ്പം മുതൽ ദൈവത്തെ സ്നേഹിക്കാനുള്ള തീവ്രദാഹത്താൽ എൻ്റെ ആത്മാവ് ക്ലേശിച്ചിരുന്നു എന്നുദ്ഘോഷിച്ച വിശുദ്ധ മറിയം ത്രേസ്യയുടെ ഈ മ്യൂസിയത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ ഇവിടെ വരുന്ന ഓരോരുത്തർക്കും ഇതൊരു ആത്മീയ അനുഭവത്തിൻ്റെ സമയമാണ്. അമ്മയുടെ ജീവിതത്തെക്കുറിച്ച് അല്പനേരം ധ്യാനിക്കുവാനും ശാന്തമായിരുന്ന് ചിന്തിക്കുവാനും മനനം ചെയ്യുവാനുമുള്ള ഒരു ഏകാന്തമായ സ്ഥലം കൂടിയാണിത്. ഇപ്പം നമ്മളായിരിക്കുന്നത് വിശുദ്ധ മറിയം ത്രേസ്യയുടെ ജന്മഗ്രഹത്തിലാണ്. 1876 ഏപ്രിൽ 26 മറിയം ത്രേസ്യ ജനിച്ചത്. അമ്മയുടെ വീട്ടുപേര് ചിറമൽ മങ്കിടിയാൻ എന്നായിരുന്നു. തോമാ താണ്ട എന്നിവരുടെ 3ാമത്തെ സന്താനമായിട്ടാണ് മറിയം ത്രേസ്യ ജനിച്ചത്. അമ്മയ്ക്ക് 2 സഹോദരിമാരും 2 സഹോദരന്മാരും ഉണ്ടായിരുന്നു. ഇത് ശരിക്കും ഒറിജിനൽ വീടാണ്. അതേസമയം ഇത് മുൻപ് ഓല കൊണ്ടും പനയോല കൊണ്ടും പുല്ലുകൊണ്ടും ഒക്കെ മേഞ്ഞ ഒരു വീടായിരുന്നു. അപ്പം നമ്മൾക്ക് അത് മെയിൻറ്റെയിൻ ചെയ്യാനുള്ളൊരു ബുദ്ധിമുട്ട് കൊണ്ട് നമ്മളിത് ഓടാക്കിയെന്നേ ഉള്ളൂ. കുറച്ച് റിനോവേഷനും നടത്തി. നമ്മളിതിൻ്റെ അകത്തേക്ക് പ്രവേശിക്കുമ്പോൾ ആ പഴയ സ്ട്രക്ചറൊക്കെ തന്നെയാണ്, കുറച്ച് നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട് എന്നേ ഉള്ളൂ. അപ്പം നമുക്ക് ആ ഒറിജിനൽ വീടിൻ്റെ രൂപം ഒന്ന് കാണാം. ഇതാണ് വിശുദ്ധ മറിയം ത്രേസ്യ ജനിച്ചു വളർന്ന ഒറിജിനൽ വീട്. നമ്മൾ മുമ്പേ പറഞ്ഞതുപോലെ ഇതിനല്പം റിനോവേഷൻ ഞങ്ങൾ വരുത്തിയിട്ടുണ്ടെന്നേ ഉള്ളൂ. ബാക്കിയെല്ലാം ഒറിജിനലാണ്. അപ്പം നമുക്ക് അകത്തേക്ക് പ്രവേശിക്കുമ്പോൾ അത് കാണാവുന്നതാണ്. ആയിരത്തി 1926 ജൂൺ 8 വിശുദ്ധ മറിയം ത്രേസ്യ മരിച്ചത്. അമ്മയുടെ സ്വർഗപ്രവേശനത്തിൻ്റെ 100ാം വർഷം ഈ ജൂൺ 8 ആരംഭിക്കുകയാണ്. അടുത്ത വർഷം അതായത് 2026 ജൂൺ 8 ശതാബ്ദി അവസാനിക്കുന്നത്. അപ്പം നമ്മളെപ്പോലെ ഒരു സാധാരണ മനുഷ്യ വ്യക്തിയായിട്ട് ജീവിച്ച് വളർന്ന ഒരു വീടാണിത്. ആ ഒരു പ്രാർത്ഥനാ മുറിയിലാണ് ഇപ്പം നമ്മൾ ആയിരിക്കുന്നത്. അപ്പം സാധാരണ എല്ലാ വർഷങ്ങളിലും ജനങ്ങളിവിടെ വന്ന് പ്രാർത്ഥിക്കുകയും അപേക്ഷകൾ സമർപ്പിക്കുകയും നന്ദി പറയുകയൊക്കെ ചെയ്യാറുണ്ട്. പ്രത്യേകിച്ച് ഈ വർഷം, അതായത് ശതാബ്ദി ആഘോഷം ആരംഭിക്കുന്ന ഈ വർഷം ധാരാളം ആൾക്കാർ ഇന്നും വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന ഈ മുറിയും ഇതിൻ്റെ തട്ടും ഈ കാണുന്ന കോണിയും ഈ തറയും എല്ലാം ഒറിജിനലാണ്. അതായത് മറിയം ത്രേസ്യ ജീവിച്ചിരുന്ന ആ സമയത്തുണ്ടായിരുന്ന അതേ വീടിൻ്റെ ആ ഒരു മുറിയാണിത്.
അപ്പോൾ ഇതൊരു പ്രാർത്ഥനാ മുറിയായിട്ടാണ് അന്നും കണക്കാക്കിയിരുന്നത്. ഇതാണ് വിശുദ്ധ മറിയം ത്രേസ്യ താമസിച്ചിരുന്ന വീട്ടിലെ സ്വന്തം മുറി. ഇവിടെയാണ് അവൾക്ക് പഞ്ചക്ഷതങ്ങൾ ഉണ്ടായതും പൈശാചിക പരീക്ഷണങ്ങൾ നടന്നിരുന്നതുമായ സ്ഥലം. ഇതാണ് വിശുദ്ധ മറിയം ത്രേസ്യ ഉപയോഗിച്ചിരുന്ന കിണർ. ഇത് ശരിക്കൊരു അടുക്കള കിണർ പോലെയാണ്. അതിൻ്റെ കപ്പിയും സംവിധാനങ്ങളൊക്കെ കാണുമ്പം അത് വളരെ അന്ന് തന്നെ ആ കാലഘട്ടത്തിൽ തന്നെ ഉണ്ടായിരുന്ന ഒരു സംവിധാനമായിട്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പിന്നെ ഈ കിണറ്റിൽ നിന്ന് ധാരാളം പേര് വെള്ളം കുടിക്കാറുണ്ട്, വീട്ടിലേക്ക് കുപ്പികളിലാക്കി കൊണ്ടാകാറുണ്ട്. ത്വക്ക് രോഗങ്ങളും സോറിയാസിസ് മുതലായിട്ടുള്ള രോഗങ്ങളൊക്കെ മാറിയിട്ടുള്ളതായിട്ടും പലരും സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട്. ഇതാണ് ഹോളി ഫാമിലി സന്യാസിനി സമൂഹത്തിൻ്റെ പ്രഥമ ഭവനം, അതായത് വിശുദ്ധ മറിയം ത്രേസ്യ ഏകാന്ത ഭവൻ. ഹോളി ഫാമിലി സന്യാസിനി സമൂഹത്തിൻ്റെ പ്രഥമ ഭവനമായ ഈ ഏകാന്ത ഭവനത്തിൽ അമ്മയുടെ മുറിയിലാണ് നമ്മളിപ്പോൾ ആയിരിക്കുന്നത്. മറിയം ത്രേസ്യ താമസിച്ചിരുന്ന മുറി 1913 മെയ് ഒക്ടോബർ 7 വിശുദ്ധ മറിയം ത്രേസ്യ സ്വന്തം ഭവനമായ പുത്തഞ്ചിറ ജന്മഗൃഹത്തിൽ നിന്ന് ഈ ഏകാന്ത ഭവനത്തിലേക്ക് വന്നത്. 1914 ജനുവരി മാസത്തിൽ അമ്മയോട് കൂടി 3 കൂട്ടുകാരികളും കൂടെ ഇവിടേക്ക് വന്നു. അവർക്ക് ആധ്യാത്മിക പിതാവായ വിധേയത്തിൽ അച്ഛൻ ഒരു ടൈം ടേബിൾ നൽകുകയും കുടുംബങ്ങളെ കേന്ദ്രീകരിച്ചുള്ള ശുശ്രൂഷ അമ്മ തുടരുകയും ചെയ്തു. ഇവിടെ നമുക്കൊരു ക്രൂശിത രൂപം കാണാം, അതായത് കുരിശിൻ്റെ ഒരു അടയാളം കാണാം. ഇത് ഇപ്പോൾ ഈ മീഡിയയിലൂടെ നോക്കുന്നത് നിങ്ങൾക്കത് എത്രത്തോളം വ്യക്തമാണെന്ന് അറിയില്ല. പക്ഷേ ഇവിടെ ഈ മുറിയിൽ വളരെ അടുത്ത് വന്ന് നിന്നോ അകലെ നിന്നോ നോക്കിയാൽ നമുക്ക് ഈ കുരിശ് രൂപം വളരെ വ്യക്തമായിട്ട് കാണാവുന്നതാണ്. അത് ഉണ്ടായതിൻ്റെ പിന്നിലെ ഒരു ചരിത്രം ഇങ്ങനെയാണ്. ഇതൊരു ചരിത്രമല്ല, നടന്ന യാഥാർത്ഥ്യം. അതായത് അമ്മ ഇവിടെ ആയിരിക്കുമ്പോൾ പഞ്ചക്ഷതങ്ങൾ ഉണ്ടാവുകയും പാടുപീട സഹിക്കുകയും അങ്ങനെ കുറേ വേദനകളിലൂടെയൊക്കെ കടന്നു പോവുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ പലപ്പോഴും അമ്മ നിലത്ത് വീഴുകയും പഞ്ചക്ഷതങ്ങൾ സംഭവിക്കുകയൊക്കെ ചെയ്യുമ്പോൾ ആളുകൾക്കൊരു ജിജ്ഞാസയാണ് ഈ മുറിയിൽ എന്താ സംഭവിക്കുന്നതെന്ന്. അങ്ങനെ ആളുകൾ ഇതിലേ വന്ന് ഈ കാണുന്ന ജനലിലൂടെ അവർ അകത്തേക്ക് നോക്കാനൊക്കെ ശ്രമിച്ചിട്ടുണ്ട്. ഒരു സമയത്ത് അഴി പോലും അത് ജനലൊന്ന് തുറന്ന് കാണാനുള്ള ആഗ്രഹത്തിലാണ്, പക്ഷെ അവരത് കത്തികൊണ്ട് വെട്ടിയപ്പോൾ ആ അഴിയും കൂടെ മുറിഞ്ഞു പോകാനായിട്ട് ഇടവന്നിട്ടുണ്ട്. അപ്പം നമുക്ക് ആ വാതിലിലേക്ക്, ആ ജനൽപ്പാളികളിലേക്ക് നോക്കിയാൽ അറിയാം അവിടെ വെട്ടി പൊളിച്ചതായിട്ടൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ വിധേയത്തിൽ പിതാവ് വരുമ്പോൾ ഈ വാതിൽ പെട്ടെന്ന് തുറക്കുകയും അകത്ത് ഇങ്ങനെ കിടക്കുന്ന അമ്മയെ കാണുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ സഹോദരിമാർ അമ്മയെ എടുത്ത് ഈ ഒരു ഭിത്തിയോട് ചേർത്ത് നിർത്തും. പക്ഷെ അമ്മയുടെ കാലുയർന്ന് അമ്മ ഈ ഭിത്തിയിൽ പിന്നെ കൈകൾ കുരിശാകൃതിയിൽ പിടിച്ചിങ്ങനെ കിടക്കുന്നത് പോലെയാണ് കാണുന്നത്. നമ്മളതിന് കുരിശാരോഹണം എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതൊരു മൗതിക അനുഭവമാണ്, അതായത് ഒരു മിസ്റ്റിക്കൽ എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ ഈ മുറിയിൽ വന്ന് പ്രാർത്ഥിക്കുന്നവർക്ക് ആ ഒരു വലിയ അനുഭവം കിട്ടാറുണ്ട്. അപ്പം ഇങ്ങനെ ആയിരിക്കുന്ന സമയത്ത് അമ്മ ഒരു മാനസികമായ അസ്വസ്ഥതകളിലൂടെയാണ് കടന്നു പോകുന്നത്. നല്ലൊരു ക്ലേശം അനുഭവിക്കുന്ന ഒരു സമയമാണ്. അപ്പം അതുകൊണ്ട് മാനസികമായ അസ്വസ്ഥത അനുഭവിക്കുന്നവർ ഇവിടെ വന്ന് പ്രാർത്ഥിക്കുമ്പോൾ സുഖപ്രാപ്തി നേടി പോയിട്ടുള്ള ഒരുപാട് സംഭവങ്ങൾ അവർ സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട്. ദിവ്യകാരുണ്യനാഥനുമായി ഐക്യം പ്രാപിച്ച വിശുദ്ധ മറിയം ത്രേസ്യയും ദിവ്യകാരുണ്യത്തിൻ്റെ ഉപാസകനായ ധന്യൻ ജോസഫ് വിധേയത്തിൽ പിതാവും അന്ത്യവിശ്രമം കൊള്ളുന്ന കബറിട ദേവാലയമാണിത്. ദിവസേന ഞാൻ പള്ളിയിൽ പോയിരുന്നുവെന്ന് വിശുദ്ധ മറിയം ത്രേസ്യ തൻ്റെ ലിഖിതത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്.
ഒരു നല്ല കുടുംബത്തിൻ്റെ അന്തരീക്ഷത്തിൽ വളർന്ന അവൾക്ക് കുടുംബത്തിൽ നിന്ന് ലഭിച്ച ഒരു പരിശീലനമായിരുന്നു ഇത്. രാത്രിയുടെ യാമങ്ങളിൽ സക്രാരിക്കരികെ ഇരുന്ന് വിശുദ്ധ മറിയം ത്രേസ്യ ഇപ്രകാരം പ്രാർത്ഥിച്ചു: എൻ്റെ ഹൃദയസ്പന്ദനങ്ങളെല്ലാം അങ്ങയോടുള്ള സ്നേഹത്തിൻ്റെ പ്രകരണമായിരിക്കട്ടെ. വിശുദ്ധ കുർബാനയിൽ നിന്നാണ് കുടുംബ പ്രേക്ഷിത ശുശ്രൂഷയ്ക്കുള്ള ശക്തിയെല്ലാം അമ്മ സംഭരിച്ചിരുന്നത്. ദൈവസ്നേഹത്തിൻ്റെ ഊർജത്തിൽ കുടുംബങ്ങളെ കൂട്ടിപ്പിടിക്കുവാനും കരുണാർദ്ര സ്നേഹത്തിൻ്റെ ബലത്തിൽ കുടുംബ ബന്ധങ്ങളെ പണിയുവാനും അമ്മയ്ക്ക് ശക്തി ലഭിച്ചിരുന്നത് വിശുദ്ധ കുർബാനയിൽ നിന്നാണ്. അൾത്താരയിൽ നിന്നും കൈനീട്ടി വാങ്ങിയ ജീവന്റെ അപ്പവുമായി കുടുംബങ്ങളിലേക്ക് അവൾ പറന്നിറങ്ങി. കുടുംബ ബന്ധങ്ങൾ പണിയുവാൻ, കുടുംബങ്ങളിൽ സമാധാനം സ്ഥാപിക്കുവാൻ ഈ ജീവന്റെ അപ്പത്തിൻ്റെ കരുത്ത് അവൾക്ക് പ്രേരണയായി. സഹനം സമം സ്നേഹം എന്ന് ജീവിതം കൊണ്ട് സമവാക്യം എഴുതിയ വിശുദ്ധ മറിയം ത്രേസ്യ ആത്മീയ ഊർജം സംഭരിച്ചിരുന്നത് വിശുദ്ധ കുർബാനയിൽ നിന്നാണ്. ജീവകാരുണ്യ പ്രവർത്തനത്തിനായി, പ്രത്യേകിച്ച് കുടുംബ പ്രേക്ഷിത പ്രവർത്തനത്തിനായി ഭവനങ്ങളിലേക്ക് ഇറങ്ങുമ്പോൾ, ശുശ്രൂഷയ്ക്ക് ഇറങ്ങിത്തിരിക്കുമ്പോൾ വിശുദ്ധ കുർബാന നമുക്കും ശക്തിയായിരിക്കണമെന്നാണ് അവൾ നൽകുന്ന സന്ദേശം.